നമസ്കാരം. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നാളെ പരീക്ഷ വെച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. അതെ, ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഈ അധ്യായം മുഴുവൻ നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കും. ഏറ്റവും ബേസിക്കായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. എല്ലാം സിമ്പിളാക്കി തരാം. ശരി, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1947 ഇന്ത്യയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വാതന്ത്ര്യം കിട്ടിയതേയുള്ളൂ. ബ്രിട്ടീഷുകാർ പോയപ്പോൾ സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം? അതായിരുന്നു മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം. അതെ, നമ്മുടെ നേതാക്കളുടെ മുന്നിൽ പ്രധാനമായും രണ്ട് വഴികളാണുണ്ടായിരുന്നത്. ഒന്നാമത്തേത് അമേരിക്കയൊക്കെ പിന്തുടരുന്ന ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം. അവിടെ എല്ലാം തീരുമാനിക്കുന്നത് വിപണിയാണ്, ലാഭമാണ് അവിടുത്തെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തെ വഴി സോവിയറ്റ് യൂണിയനിലൊക്കെയുള്ള സോഷ്യലിസമാണ്. അവിടെ നേരെ തിരിച്ച എല്ലാ കാര്യങ്ങളും സർക്കാർ തീരുമാനിക്കും. ലക്ഷ്യം ലാഭമല്ല, മറിച്ച് സാമൂഹിക ക്ഷേമമാണ്. എന്നാൽ നെഹ്റുവിനെ പോലുള്ള നമ്മുടെ നേതാക്കൾ ഒരു മധ്യമാർഗം തെരഞ്ഞെടുത്തു. അതായത് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം എടുത്തു. അങ്ങനെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് ഇക്കോണമി ഉണ്ടാകുന്നത്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇവിടെ സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും പ്രാധാന്യമുണ്ട്, ഒപ്പം തന്നെ സർക്കാരിനും പ്രധാനപ്പെട്ട പങ്കുണ്ട്. രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കും. അപ്പോൾ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എങ്ങനെ നടപ്പാക്കും? അതിനു വേണ്ടിയിട്ടുള്ളൊരു ടൂളായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ. അതായത് അടുത്ത 5 വർഷം കൊണ്ട് രാജ്യം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എവിടെയെല്ലാം എത്തണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അങ്ങനെ 1950 ആസൂത്രണ കമ്മീഷൻ തുടങ്ങി നമ്മുടെ ആസൂത്രണത്തിന്റെ കാലഘട്ടവും ആരംഭിച്ചു. ശരി, ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. ഈ പഞ്ചവത്സര പദ്ധതികൾക്കെല്ലാം പൊതുവായ 4 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ അധ്യായത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ 4 പോയിന്റുകളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 4 ലക്ഷ്യങ്ങളും പരീക്ഷയ്ക്ക് ഉറപ്പായും ഓർത്തുവെക്കണം. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. അതായത് വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ മൊത്ത വരുമാനം, അതായത് GDP കൂട്ടുക. നമ്മുടെ വീട്ടിലെ വരുമാനം കൂടുന്നതുപോലെ തന്നെ GDP ഒരു കേക്കാണെന്ന് വിചാരിക്കുക. വളർച്ച എന്ന് പറഞ്ഞാൽ ആ കേക്കിന്റെ വലുപ്പം കൂട്ടുക. അപ്പോൾ കൂടുതൽ പേർക്ക് അതിനൊരു ഭാഗം കിട്ടുമല്ലോ. ഈ പ്ലാനിങ്ങിന്റെ ഒക്കെ പിന്നിലെ പ്രധാന തലച്ചോറ്, പ്രത്യേകിച്ച് വ്യവസായത്തിന് ഊന്നൽ കൊടുത്ത 2ാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്തത് PC മഹലനോബിസ് ആയിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ പേര് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ശരി, അപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെയാണ് നടപ്പാക്കിയത് എന്ന് നോക്കാം. ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ കൃഷിയായിരുന്നു. കാരണമെന്താ? അന്ന് നമ്മുടെ രാജ്യത്തെ 75% ആളുകളും കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത്. അതെ, കാർഷിക രംഗത്ത് 2 വലിയ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവന്നത്. ഒന്നാമത്തത് ഭൂപരിഷ്കരണം, അതായത് കൃഷിഭൂമി കർഷകൻ എന്ന ലക്ഷ്യം. സെമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കി കൃഷി ചെയ്യുന്നവർക്ക് തന്നെ ഭൂമിയിൽ അവകാശം നൽകി. രണ്ടാമത്തത് ഹരിത വിപ്ലവം. കൂടുതൽ വിളവ് തരുന്ന പുതിയതരം വിത്തുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഹരിത വിപ്ലവം ഒരു വൻ വിജയമായിരുന്നു. അതുവരെ ഭക്ഷണത്തിനുവേണ്ടി അമേരിക്കയെപ്പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന നമുക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ സാധിച്ചു. നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നായ സ്വാശ്രയത്വം നേടുന്നതിൽ ഇതൊരു വലിയ ചുവടുവയ്പ്പായിരുന്നു. ഈ ഹരിതവിപ്ലവം വിജയിക്കാൻ ഒരു പ്രധാന കാരണം സബ്സിഡികളായിരുന്നു. അതായത് രാസവളവും വിത്തുമൊക്കെ സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് കൊടുത്തു. പക്ഷേ ഇതൊരു നല്ല കാര്യമായിരുന്നോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പരീക്ഷയ്ക്ക് വരാം. സബ്സിഡി കൊടുത്തതുകൊണ്ട് പാവപ്പെട്ട കർഷകർക്ക് പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കാൻ ധൈര്യം കിട്ടിയെന്ന് ചിലർ പറയുന്നു. എന്നാൽ ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്നും ഇതിന്റെ യഥാർത്ഥ ഗുണം കിട്ടിയത് വലിയ കർഷകർക്കും വളം കമ്പനികൾക്കുമാണെന്നും മറുവിഭാഗം വാദിക്കുന്നുണ്ട്. ഈ 2 ഭാഗവും നിങ്ങൾ പഠിച്ചു വെക്കണം. പക്ഷേ ഒരു പ്രശ്നം ബാക്കിയുണ്ടായിരുന്നു. ഹരിതവിപ്ലവമൊക്കെ നടന്ന് രാജ്യം പുരോഗമിച്ചിട്ടും 1990 ആയപ്പോഴും നമ്മുടെ ജനസംഖ്യയുടെ 65% കൃഷിയിൽ തന്നെ ഒതുങ്ങിപ്പോയി. അവർക്ക് വ്യവസായം, സേവനം പോലുള്ള മറ്റു ജോലികളിലേക്ക് മാറാൻ പറ്റിയില്ല. ഇത് ആ കാലഘട്ടത്തിലെ നയങ്ങളുടെ വലിയ പോരായ്മയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് കൃഷിയിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് വരാൻ കഴിയാഞ്ഞത്? അതിന്റെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ വ്യാവസായിക നയങ്ങളിലാണ്. നമുക്ക് വികസനത്തിന്റെ അടുത്ത ഘട്ടമായ ഇൻഡസ്ട്രിയിലേക്ക് നോക്കാം. കൃഷിയിലെന്ന പോലെ തന്നെ വ്യവസായത്തിലും സർക്കാരിനായിരുന്നു പ്രധാന റോൾ. 1956 വ്യാവസായിക നയമനുസരിച്ച് ഇൻഡസ്ട്രീസിനെ 3ആയിട്ട് തിരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ, അതായത് പ്രതിരോധം, റെയിൽവേ പോലുള്ളവ പൂർണ്ണമായും സർക്കാരിന്റെ കയ്യിലായി. കുറച്ചെണ്ണത്തിൽ സർക്കാരിനൊപ്പം പ്രൈവറ്റ് ആൾക്കാർക്കും പ്രവർത്തിക്കാം.
ബാക്കിയുള്ള ചെറിയ വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. അപ്പോ നമ്മുടെ നാട്ടിൽ പുതിയതായി വരുന്ന വ്യവസായങ്ങളെ വിദേശ കമ്പനികളുമായുള്ള മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കണമല്ലോ. അതിനുവേണ്ടി സർക്കാർ ഒരു നയം കൊണ്ടുവന്നു. ഇറക്കുമതി ബദൽ അഥവാ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. സിമ്പിളായി പറഞ്ഞാൽ പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങുന്നത് കുറച്ച് നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുക. ഇതിനുവേണ്ടി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വലിയ നികുതിയും നിയന്ത്രണങ്ങളുമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഈ സർക്കാർ നിയന്ത്രണവും സംരക്ഷണവുമൊക്കെ ഒരു വലിയ പ്രശ്നത്തിന് കാരണമായി. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഉള്ളതൊന്ന് വലുതാക്കണമെങ്കിൽ പോലും സർക്കാരിൻ്റെ ലൈസൻസ് വേണമായിരുന്നു. ഇത് ഒരുപാട് കാലതാമസത്തിനും അഴിമതിക്കും വഴിവെച്ചു. ഈയൊരു സിസ്റ്റത്തെയാണ് നമ്മൾ പരിഹാസരൂപേണ പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1950 മുതൽ 1990 വരെയുള്ള ഈ 40 വർഷത്തെ പ്ലാനിംഗ് കൊണ്ട് ഇന്ത്യ ഇവിടെ എത്തി. നമുക്ക് ആ കാലഘട്ടത്തിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് കാർഡ് നോക്കാം. ഈ ടേബിളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 1950 നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ പകുതിയിൽ കൂടുതലും, അതായത് 59% കൃഷിയിൽ നിന്നായിരുന്നു. എന്നാൽ 40 വർഷം കഴിഞ്ഞ് 1990 ആയപ്പോഴേക്കും അത് 35% കുറഞ്ഞു. അതേസമയം വ്യവസായത്തിന്റെയും സേവന മേഖലയുടെയും പങ്ക് നല്ല രീതിയിൽ കൂടി. ഇത് രാജ്യം വികസിക്കുന്നു എന്നതിന്റെ വളരെ വ്യക്തമായ ഒരു സൂചനയായിരുന്നു. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി. പരീക്ഷയ്ക്കൊരു എസ്സേ ചോദ്യം വന്നാൽ എഴുതാനുള്ള എല്ലാ പോയിന്റും ഇതിലുണ്ട്. നോക്കൂ, നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തരായി, അല്ലേ? അത് വലിയ കാര്യമാണ്. പിന്നെ രാജ്യത്ത് പലതരം വ്യവസായങ്ങൾ വന്നു, സെമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കി. ഇതൊക്കെ വലിയ വിജയങ്ങൾ തന്നെ. പക്ഷേ പോരായ്മകളും ഒരുപാടുണ്ടായിരുന്നു. സർക്കാർ കമ്പനികൾ പലതും നഷ്ടത്തിലായി. പിന്നെ ആ ലൈസൻസ് രാജ്, അത് കാരണം പുതിയ സംരംഭങ്ങൾ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പുറത്തുനിന്ന് മത്സരമില്ലാതായപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയും കുറഞ്ഞുപോയി. ചുരുക്കി പറഞ്ഞാൽ 1990 ആയപ്പോഴേക്കും തുടക്കത്തിൽ കണ്ട ആ ഒരു പുരോഗതിയൊക്കെ നിന്നുപോയി. ഈ സാമ്പത്തിക മോഡലിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പതിയെ നീങ്ങുകയായിരുന്നു. ഈ സിസ്റ്റം ഇനി അധികകാലം മുന്നോട്ടു പോകില്ല എന്നുറപ്പായി. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലാണ് എത്തി നിൽക്കുന്നത്. 1950 മുതൽ 90 വരെയുള്ള ഈ നയങ്ങൾ ഇന്ത്യക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തമായൊരു അടിത്തറയായിരുന്നു, അതോ അതൊരു പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു? ഇതിനൊറ്റ വാക്കിലൊരു ഉത്തരമില്ല. രണ്ട് വാദങ്ങൾക്കും അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. ഈ ചോദ്യമാണ് നമ്മുടെ അടുത്ത അധ്യായത്തിലേക്ക്, അതായത് 1991 നടന്ന വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക. പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും.